2 മാസങ്ങൾക്ക് മുമ്പാണ് കഴിഞ്ഞ LDF സർക്കാരിന്റെ സമയത്ത് KSRTC ഒന്നാകെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഈ 2 ബിസിനസ് ക്ലാസ് ബസ്സുകൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബംഗളൂരുവിലാണ് ഇതിന്റെ മാനുഫാക്ചറിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഇതിന്റെ പ്രത്യേകതകളൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ഇവർ പറഞ്ഞത് വളരെ കൃത്യമാണ്. കൃത്യം 2 മാസങ്ങൾക്ക് മുമ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിണറായി വിജയൻ സർക്കാർ ഇറങ്ങുന്നതിന് ആ ഒരു സമയത്താണ് എന്ന് വെച്ചാൽ ഇപ്പോൾ അത് 1 മാസം കഴിഞ്ഞു. ഇവർ 60 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 60 ദിവസത്തിനിടയ്ക്ക് 100ഓളം പേര് വെറും പനി പിടിച്ച് നമ്മുടെ കേരളത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് അതൊന്നും വാർത്തയല്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഒക്കെ ഒരു സാധാരണ സംഭവം എന്ന് പറയുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. മിക്കവാറും അടുത്ത വർഷം കേരളം ഈ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എല്ലാ തവണയും 1ാം സ്ഥാനം വാങ്ങിക്കുന്ന കേരളം 2ാം സ്ഥാനത്തേക്കോ 3ാം സ്ഥാനത്തേക്കോ ഇനി UPയുടെ താഴത്തേക്ക് മൂക്ക് കുത്തുമോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ കാലഘട്ടത്തിലാണ് ഒരു ബിസിനസ് ക്ലാസ് KSRTC എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മുടെ മന്ത്രി കൊണ്ടുവന്നത്. എന്തായാലും അദ്ദേഹം കൊണ്ടുവരുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഒരു ബിസിനസ് ക്ലാസ് ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്, ആ ഒരു സീറ്റിൽ നിങ്ങൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്, ആ ഒരു ലോഞ്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി തരുന്നത്, അതേപോലുള്ള സൗകര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്കുണ്ടായിരിക്കും. യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാം, ഭക്ഷണം കൃത്യസമയത്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. ഓരോ സ്റ്റോപ്പിൽ എത്തുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഭക്ഷണം തരാനും എല്ലാ തരത്തിലുള്ള സൗകര്യം ഉണ്ടായിരിക്കും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാനും വേണ്ടിയിട്ട് ഒരു സ്റ്റാഫ് നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ബിസിനസ് ക്ലാസ് യാത്ര KSRTCയിൽ നടത്താം എന്നൊരു പദ്ധതി കൊണ്ടുവന്നിരുന്നു. എന്തായാലും ഈ പദ്ധതി എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. എന്തിനായിരിക്കും ഇങ്ങനത്തെ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്? ആൾറെഡി തകർന്നെടുക്കുന്ന ഒരു വ്യവസായത്തേക്ക് ഒരു പുത്തൻ പദ്ധതി ആരെങ്കിലും കൊണ്ടുവരുമോ? അങ്ങനെയാണെങ്കിൽ KSRTC ഒരു തകർന്ന പദ്ധതി ആയിരുന്നില്ല നമ്മുടെ കേരളത്തിൽ നിന്നുള്ളതാണ്. അങ്ങനെ ഗംഭീരമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, ഇത് UDF ഗവൺമെന്റിനെ തകർക്കാൻ വേണ്ടി ഇവന്മാർ കൊണ്ടുവന്നില്ലെന്ന്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും LDFകാർ വിചാരിച്ചിരുന്ന കാര്യം 3ാം തവണയും അധികാരത്തിൽ കയറാൻ കഴിയുമെന്ന് തന്നെയാണ്. അങ്ങനെ 3ാം തവണയും അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പദ്ധതികളൊക്കെ നടപ്പിൽ വരുത്തേണ്ടത് LDF തന്നെയാണ്. അപ്പം നടപ്പിൽ വരുത്താൻ ഒരിക്കലും സാധിക്കാത്ത പദ്ധതികൾ ഇവന്മാരിട്ടേച്ച് പോകുന്നില്ല. അടുത്ത് വരുന്ന ഗവൺമെന്റ് സഹിച്ചോട്ടെ എന്നൊന്നും പറയില്ല. അപ്പൊ കൃത്യമായിട്ട് ഇത് നടപ്പ് വരുത്താം, ഇതൊക്കെ ചെയ്യാം, ജനങ്ങൾക്ക് ഒന്നുകൂടി വളരെ സൗകര്യപ്രദമായ രീതിയിലൊക്കെ യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ള സങ്കല്പമൊക്കെ വെച്ചിട്ടാണ് അത് കൊണ്ടുവന്നത്. പക്ഷേ പറയാൻ പോകുന്നത് ആ ബിസിനസ് ക്ലാസ് ബസ് ഇപ്പോൾ കട്ടപ്പുറത്താണ്. KSRTC അത് തൊട്ടിട്ടില്ല. 2 പ്രധാനപ്പെട്ട വാർത്തകളാണ്, കേൾക്കണം. അതിന്റെ ഈ പറയുന്ന അത്യാധുനിക സൗകര്യങ്ങൾ, അതിനുള്ളിൽ ഈ പറയുന്ന എയർ ഹോസ്റ്റസ് സൗകര്യങ്ങൾ, ടോയ്ലറ്റ് സൗകര്യം, ഡിജിറ്റൽ സ്ക്രീനിങ്, അതോടൊപ്പം തന്നെ അത്യാധുനിക സൗകര്യങ്ങളുള്ള സീറ്റുകൾ, ഇങ്ങനെ കേട്ടാൽ ഒരു ഉപഭോക്താവിനെ അല്ലെങ്കിൽ KSRTCയെ ദൈനംദിനം ആശ്രയിക്കുന്ന ഏതൊരു യാത്രക്കാരനെയും വലിയ തോതിൽ ആകർഷിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഈ KSRTCയുടെ ബിസിനസ് ക്ലാസ് ബസ്സുകൾ അവതരിപ്പിച്ചത്. 2 ബസ്സുകളാണ് KSRTC അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സർക്കാർ നിയന്ത്രണത്തിലുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇത്തരം ബസ്സുകൾ അവതരിപ്പിക്കുന്നത്. ഇത്തരം ബിസിനസ് ക്ലാസ് കേട്ടില്ലേ? രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബിസിനസ് ക്ലാസ് ബസ് ഒരു സർക്കാർ അവതരിപ്പിക്കുന്നത്. അതങ്ങനെ അവതരിപ്പിക്കുകയും അത് വാങ്ങിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അത് ഓടിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഗവൺമെന്റ് താഴെ വീണു. വെറും 32 സീറ്റിലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ജനങ്ങൾ അവരെ ചുരുക്കി, ഇത്ര സൗകര്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ആ തട്ടുപൊടുപ്പൻ രീതിയിൽ ഇങ്ങനെ ആഹാ കട്ടൻ ചായ, മഴ, ജോൺസൺ മാഷ് എന്നൊക്കെ രീതിയിലൊക്കെ ഞങ്ങൾക്ക് KSRTCയിൽ ഇങ്ങനെ യാത്ര ചെയ്താൽ മതി, ഇടയ്ക്കൊക്കെ കമ്പിക്ക് കുത്തിക്കയറി ചെറുതായി സെപ്റ്റിക്കൊക്കെ ആയി അങ്ങനെ പോയാൽ മതി എന്നുള്ള സങ്കല്പത്തിന് പുറത്ത് ഇവർ ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി തെരഞ്ഞെടുത്തു. എന്താ ഉണ്ടായേ കേട്ടോളൂ. ബസ്സുകൾ അവതരിപ്പിക്കുന്നതിനാൽ ഇങ്ങനെ കൊട്ടിക്കോശിച്ചു കൊണ്ടുവന്ന കോടികൾ വിലയുള്ള 2 ബസ്സുകളാണ് തിരുവനന്തപുരത്തെ പാപ്പനംകോടുള്ള ഈ സെൻട്രൽ വർക്ക്ഷോപ്പിൽ ഇപ്പോഴും ഉപയോഗശൂന്യമായ നിലയിൽ കിടക്കുന്നത്. 2 മാസം പിന്നിട്ട് അങ്ങനെ കൊട്ടിഘോഷിക്കപ്പെട്ട ആ ഒരു ബസ്സുകൾ അങ്ങനെ അനങ്ങാപ്പാറ നയമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ കുറ്റമാണ്? തീർച്ചയായിട്ടും അത് LDF ഗവൺമെന്റ് കുറ്റമല്ല. ഇതൊരു തുടർച്ചയാണ് ഭരണം എന്ന് പറയുന്നത്. അടുത്ത് വരുന്ന ഗവൺമെന്റ് ആ ബസ് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് നടത്തണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ പദ്ധതികളൊക്കെ ആ ചെങ്ങാതി നടത്തി പോയായിരുന്നല്ലോ, അതിനെപ്പറ്റി ഒരു അന്വേഷണമെങ്കിലും വേണം. പക്ഷേ
ഇവർക്ക് അതിനൊന്നും സമയമില്ല. എങ്ങനെയാണ് കള്ള് വിറ്റ് കാശുണ്ടാക്കാന്ന് ഇപ്പോൾ ആലോചിക്കുന്നത്. ഉദ്ഘാടനം നിർവഹിച്ചത് മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറാണ്. അദ്ദേഹം ഈ ബസ്സിൽ യാത്ര ചെയ്യുകയും മാത്രമല്ല അദ്ദേഹം ഈ ബസ് ഡ്രൈവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരടക്കം പങ്കെടുത്ത ചടങ്ങ് ഗംഭീരമാക്കി മാധ്യമങ്ങളടക്കം ക്ഷണിച്ചാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് മന്ത്രിയുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ദൈനംദിനം ഈ ബസ് യാത്ര നടത്തും. രാവിലെ ഒരു ട്രിപ്പ് ഉണ്ടാകും, തിരിച്ച് വൈകിട്ടും ഒരു ട്രിപ്പ് ഉണ്ടാകും. കൃത്യം 3-3.5 മണിക്കൂർ കൊണ്ട് നമുക്ക് എറണാകുളം എത്താനാകും. കാറിൽ യാത്ര ചെയ്യുന്ന, എറണാകുളത്ത് പോയി ജോലി ചെയ്യുന്ന യാത്രക്കാരെ മുഴുവൻ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ തക്ക തരത്തിൽ വളരെ വിപുലമായ പദ്ധതികളോടെയാണ് അന്ന് പ്രഖ്യാപനങ്ങൾ നടത്തി ബസിന്റെ അവതരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളങ്ങനെ പ്രഖ്യാപനങ്ങൾ എന്ന രീതിയിൽ എന്താണ് അദ്ദേഹത്തെ കുറ്റം പറയുന്നതിൽ സംഗതി അവതരിപ്പിക്കല്ലേ. പ്രഖ്യാപനം നടത്തിയിരുന്നു, അത് ഓടിച്ചിരുന്നു, ഓടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു, പദ്ധതിയൊക്കെ തയ്യാറായിരുന്നു. ഈ പദ്ധതി തയ്യാറാവാതെ ഈ ബസ് ഉണ്ടാക്കി കേരളത്തിൽ കൊണ്ടുവന്ന് വെക്കില്ലല്ലോ. അപ്പൊ 2 ബസ്സുകൾ കൊണ്ടുവന്നിരുന്നു, ഇതിപ്പോൾ ഓടിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTCയിലേക്ക് ആളെ കൂട്ടാനുള്ള പദ്ധതികളായിരുന്നു അദ്ദേഹം ആവിഷ്കരിച്ചത്. എന്നാൽ ആ ഒരു പദ്ധതികളൊന്നും കേരളത്തിൽ ആവശ്യമില്ല. KSRTC എങ്ങനെയെങ്കിലും മുടിയട്ടെ, തകരട്ടെ എന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് ഇപ്പോൾ VD സതീശൻ മേനോൻ സർക്കാർ മുന്നോട്ട് പോകുന്നതാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ ശരി, ഇതൊന്നും ഫുള്ള് കേൾക്കാം. അത് മാത്രമല്ല, ഈ റോഡിന്റെ ഒക്കെ നാഷണൽ ഹൈവേയുടെ ഒക്കെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ അത് തൃശ്ശൂർ വരെ ഇതിന്റെ യാത്ര വ്യാപിപ്പിക്കുമെന്ന് നടക്കുമെന്ന് മന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രഖ്യാപനങ്ങളെല്ലാം ജലരേഖയായി പുതിയ സർക്കാർ അധികാരത്തിലേക്ക് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും ഈ ബസ്സുകൾ ഈ പറയുന്ന പാപ്പനംകോടുള്ള സെൻട്രൽ വർക്ക്ഷോപ്പിൽ ഉപയോഗശൂന്യമായി തന്നെ കിടക്കുന്നുണ്ട്. അതിന്റെ സർവീസ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ഇതുവരെ എങ്ങനെയുണ്ട്? ലക്ഷക്കണക്കിന് രൂപ വരുന്ന ബസ്സാണ് ഈ നമ്മുടെ എന്താ പറയുക ചിരിക്കുന്ന മുഖ്യമന്ത്രി സർക്കാർ കട്ടപ്പുറത്ത് ഏറ്റിരിക്കുന്നത്. മറ്റു ബസ്സുകളൊക്കെ പതുക്കെ പതുക്കെ കട്ടപ്പുറത്ത് ഏറും എന്നുള്ള ഒരു ഉറപ്പുള്ളതുകൊണ്ടായിരിക്കാം ഇത് ആളുടെ മുന്നേ തന്നെ കട്ടപ്പുറത്ത് ഏറിയത്. ഒരു സന്തോഷ വാർത്ത കൂടി യുവാക്കൾക്ക് ഉണ്ട് കേട്ടോ. പൂക്കികൾ എന്ന് വിളിക്കപ്പെടുന്ന പൂക്കി പിള്ളേർക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള സന്തോഷ വാർത്ത കൂടി റിപ്പോർട്ടർ ചാനലിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു വലിയ വാർത്തയൊന്നും അവരാക്കിയിട്ടില്ല, താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം അത് കോൺഗ്രസ് ഗവൺമെന്റിനെതിരെയല്ലേ. ഒരു കോൺഗ്രസ് ഗവൺമെന്റിനെതിരെയുള്ള വാർത്തകളൊന്നും ഒരു വലിയ സംഭവമായിട്ട് ആരും അവതരിപ്പിക്കരുത് എന്നുള്ളതാണ് അവരൊരു നയം. എന്തായാലും കേട്ടോളൂ കേട്ടോ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിങ്ങനെ കൃത്യമായിട്ട് വായിച്ചു തരാം. PSC വഴിയുള്ള നിയമനങ്ങൾ പുനരാരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനത്തിൽ നിന്നും പുതിയ സർക്കാർ പിന്മാറുന്നു. മനസ്സിലായ? PSC വഴിയുള്ള നിയമനങ്ങൾ പുനരാരംഭിക്കുമെന്ന് VD സതീശൻ പറഞ്ഞിരുന്നു. അതിൽ നിന്ന് പിന്മാറുന്നു എന്നല്ലേ? പുതിയ സർക്കാരും പിന്മാറുന്നു. പഴയ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ആയിക്കോട്ടെ, എന്തായാലും പുതിയ സർക്കാരിന് വേണമെങ്കിൽ ജനങ്ങളെ പൂക്കിപ്പിള്ളേരെ സഹായിക്കാൻ വേണ്ടി സംഗതി മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ. എന്താ കൊണ്ടുപോകാത്ത? നിലവിലുള്ള സ്ഥിതി തുടരാതെ നിർവാഹമില്ലെന്ന് മന്ത്രി CP ജോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് KSRTCയിലേക്ക് ഇനി പുതിയ ആളുകളൊന്നും എടുക്കാൻ ആലോചനയില്ല എന്നർത്ഥം. പൂട്ടിപ്പോകാൻ പോകുന്ന ഒരു കമ്പനിയിലേക്ക് എന്തിനാണ് പുതിയ ആളുകൾ എടുക്കുന്നത്? അല്ലേ? ബൈ.